ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് സത്യങ്ങളൊക്കെ അഞ്ജലിയെടുത്ത് പറയാട്ടോ. ശ്യാം എല്ലാത്തിനും കാരണം ശ്യാം ചതിക്കുകയാണെന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ അഞ്ജലി ആകെ അപ്സെറ്റ് ആയിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഒരു വാക്ക് പോലും അഞ്ജലി പറയുന്നില്ല. ഈ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ തുടർ ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്യാമിന്റെ മുഖത്തേക്ക് അടിച്ചിട്ട് ശ്യാമിനെ വലിച്ച് പുറത്തേക്കൊരു ഏറെറിയുന്നുണ്ട്. ശേഷം വാതില് കൊട്ടിയടക്കുവാട്ടോ. അത് കാണുമ്പോഴും അഞ്ജലി ആകെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ശ്യാം അഞ്ജലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദയനീയമായിട്ട്. അഞ്ജലി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാതിലടച്ചു കഴിഞ്ഞിട്ട് അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ തലകറങ്ങി വീഴുവാണ്. തലകറങ്ങി വീഴുന്ന അഞ്ജലിയുടെ അടുത്തേക്ക് എല്ലാവരും തന്നെ പോകുന്നുണ്ട്. ശേഷം എടുത്തോണ്ട് പോയിട്ട് റൂമിലേക്ക് കിടത്തുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ അടുത്തേക്ക് എല്ലാവരും അഞ്ജലിയുടെ അടുത്ത് ഇരിക്കായിരിക്കും. അശ്വിൻ അഞ്ജലിയുടെ അടുത്ത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോയിട്ട് കയ്യിലൊന്ന് പിടിക്കുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് തന്നെ അശ്വിന്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുകയാണ്. അത് കാണുമ്പോൾ അശ്വിന് ഭയങ്കര വിഷമമാണ്. അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അശ്വിനോട് ചേച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് ഉള്ളതെന്ന്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അശ്വിൻ കുഞ്ഞ, നിന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യത്തിനുള്ള ഉത്തരം നീ തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയാണ്, മുത്തശ്ശി, ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും തന്നെ ഉത്തരം തരാം. പക്ഷെ ഇപ്പൊ കുറച്ച് സമയം എനിക്ക് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കണം. അതിനുശേഷം നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് അശ്വിനും അതുപോലെ തന്നെ അഞ്ജലി മാത്രമേ ആ റൂമിലുള്ളൂ കേട്ടോ. അശ്വിൻ വേഗം തന്നെ അഞ്ജലിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ചേച്ചി. ശ്യാം അയാള് ചേച്ചിനെ ചതിക്കുമായിരുന്നു. ഇത്ര നാള് ചേച്ചിയുടെ നല്ലതിന് വേണ്ടി ഞാൻ പല കാര്യങ്ങളും പറയാതിരുന്നു. പക്ഷെ ഇപ്പൊ സത്യങ്ങളൊക്കെ ചേച്ചിനെ അറിയിക്കേണ്ട ഒരു സമയമായതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞത്. ശ്യാമിന്റെ കാര്യം ശ്രുതി പറഞ്ഞിട്ടല്ല ചേച്ചി ഞാൻ അറിയണത്. അതിനു മുമ്പേ തന്നെ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ശരിയാകും, ചേച്ചിനെ അയാൾ സ്നേഹിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയത്. പക്ഷെ ഇതിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചിനെ അയാൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. എന്തിനാ ചേച്ചി അങ്ങനത്തെ ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അഞ്ജലിയുടെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കാട്ടോ. അഞ്ജലി പെട്ടെന്ന് അശ്വിനോട് പറയുന്നുണ്ട്, എനിക്ക് ഒറ്റക്ക് സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് പറയാണ്. അത് കേൾക്കണം അശ്വിനെ മനസ്സിലായി, ചേച്ചി ഒറ്റക്ക് നിൽക്കണം, തന്നോട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാനാണ് പറഞ്ഞതെന്ന്. അശ്വിൻ വിഷമത്തോടു കൂടി തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ. തിരിച്ച് മുറിയിലേക്ക് പോകുന്നുണ്ട്. അശ്വിൻ ഒരു ഗ്ലാസ് ചായയായിട്ട് ശ്രുതി റൂമിലേക്ക് വരുവാണ്. കൈ ഇങ്ങനെ പടപടാന്ന് വിറക്കുവാട്ടോ ശ്രുതിയുടെ അശ്വിനോ ഒരു ദേഷ്യമില്ലാട്ടോ. മാത്രമല്ല ശ്രുതി ഇപ്പൊ അഞ്ജലിയുടെയും അതുപോലെ തന്നെ ശ്യാമിന്റെ ബന്ധം ഒരു വേറൊരു വഴിയിലായി. അതുപോലെ തന്നെ ആകാശിനെ പ്രീതിയെടുത്ത് ഭയങ്കര ദേഷ്യമാണ്. കാരണം പ്രീതി സത്യങ്ങളൊക്കെ ആകാശിനോട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ആകാശ് പ്രീതിയെടുത്ത് സംസാരിക്കുന്നില്ല. പക്ഷേ അശ്വിനും ശ്രുതിയും തമ്മിൽ ഭയങ്കര റൊമാൻസ് ആണ് കേട്ടോ. ഇനി അവര് ശരിക്കും ഭാര്യയും ഭർത്താവിനും പോലെ തന്നെയാണ്. അങ്ങനെ ശ്രുതി ഒരു ഗ്ലാസ് ചായ ആയിട്ട് അശ്വിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ശ്രുതിയുടെ കൈ ഇങ്ങനെ വിറക്കണ കാണുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ചിട്ട് അശ്വിൻ അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ശ്രുതി, നിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു എപ്പോഴും ശരി. നീ പറഞ്ഞ വാക്കുകൾ ഞാൻ കേൾക്കണമായിരുന്നു. കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് തെറ്റും എന്റെ ചേച്ചിക്ക് തെറ്റ് വരില്ലായിരുന്നു. നീ തന്നെയായിരുന്നു പലപ്പോഴും ശരി. നിന്റെ വാക്കുകൾ കേൾക്കാത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എന്റെ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് എന്ന് പറയാണ്. ശ്രുതി പെട്ടെന്ന് അശ്വിന്റെ മേത്തേക്ക് വീണ് പൊട്ടിക്കരയാട്ട് അശ്വിനും ശ്രുതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാവിലെ ശ്രുതി അശ്വിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി അശ്വിനെ കാണുമ്പോൾ ഇങ്ങനെ മാറിപ്പോവാൻ വേണ്ടി നോക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി, നീ എപ്പോഴും എന്നെ കാണുമ്പോൾ എന്തിനാ പുറകിലേക്ക് പോകുന്നത്? ഇനി എന്റെ കൂടെ നടക്കാൻ വേണ്ടി നീ പഠിക്കണം, എന്റെ കൂടെ ചേർന്ന് നീ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു നാണവും ഒക്കെ വരുന്നുണ്ട്. അശ്വിന് ശ്രുതിനെ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട്, അതായത് ഇങ്ങനെ എടുക്കുകയാണ്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കിടത്തിയ പോലെ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് കട്ടിലേക്ക് ഇങ്ങനെ കിടത്തുന്നുണ്ട്. നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കട്ടിലേക്ക് കിടത്താണ്. ശ്രുതി കുറെ നേരം അശ്വിന്റെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ശേഷം ശ്രുതി എപ്പോഴും ഉറങ്ങിപ്പോകാട്ടോ. ഉറങ്ങി കഴിയുമ്പോഴേക്കും അശ്വിനാണ് വേഗം തന്നെ അഞ്ജലിയുടെ റൂമിലേക്ക് പോകണ്ട. അവിടെ അഞ്ജലിനെ കാണുന്നില്ല. അശ്വിൻ അവിടെ എല്ലായിടത്തും അഞ്ജലിനെ തെരഞ്ഞു നടക്കണം, എവിടെയും തന്നെ കാണുന്നില്ല. പെട്ടെന്നാണ് മുത്തശ്ശിയുടെ റൂമിൽ പോകുമ്പോഴേക്കും മുത്തശ്ശിയുടെ റൂമിൽ അഞ്ജലി മുത്തശ്ശിയുടെ മടിയിൽ തലയും വെച്ച് കിടന്നുറങ്ങുവാട്ടോ. അശ്വിനെ കാണുമ്പോൾ മുത്തശ്ശി പതുക്കെ അഞ്ജലിയുടെ തല കട്ടിലിൽ വെച്ചതിന് ശേഷം അശ്വിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പാവം അഞ്ജലി ഒരുപാട് കരഞ്ഞു. അവള് മരുന്ന് കഴിച്ചപ്പോഴാണ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. പാവം, കിടന്നുറങ്ങട്ടെ എന്ന് പറയാണ്. ശേഷം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കണം കുഞ്ഞാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അശ്വിനും മുത്തശ്ശിയും കൂടി സംസാരിക്കാണ്. കൂടെ നമ്മുടെ ശ്രുതിയും ഉണ്ട്. അപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ പറയണ്ട, അശ്വിൻ, മുത്തശ്ശി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ശ്യാം ഭയങ്കര ഫ്രോഡാണ്, നമ്മുടെ ചേച്ചിനെ പറ്റിക്കുമായിരുന്നു, ചതിക്കുമായിരുന്നു എന്ന് പറയണം. ശ്രുതി ഇതൊക്കെ നേരത്തെ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ ശ്രുതിനെ വിശ്വസിച്ചില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ
സത്യങ്ങൾ അറിഞ്ഞത്. ആകാശിന്റെ പ്രീതിയുടെ വിവാഹ ദിവസമാണ് ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അന്ന് മുതൽ ഞാൻ മനസ്സിൽ ഭയങ്കര ഒരു തീ കോരിട്ടണ പോലെ നടന്നത്. മുത്തശ്ശി ചോദിച്ചല്ലോ, എന്താ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ശ്രുതിനെ വിവാഹം കഴിച്ചെന്ന് മുത്തശ്ശി എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. ഞാൻ ശ്യാമിനെ തെറ്റിദ്ധരിക്കുന്നതിന്റെ കൂടെ തന്നെ ശ്രുതിനെ തെറ്റിദ്ധരിച്ചു. ശ്യാമും ശ്രുതിയും തമ്മിൽ വേണ്ടാത്തൊരു ബന്ധമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ശ്രുതി എന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഞാൻ വിവാഹം കഴിച്ചത്. ഒരു പകരം വീട്ടാൻ, പ്രതികാരം ചെയ്യാൻ എന്നൊക്കെ പറയാണ്. അതിനുശേഷം മുത്തശ്ശി പൊട്ടിക്കണ്ട. എന്നാലും നമ്മുടെ അഞ്ജലി മോൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ, അവൾ എന്തൊരു പാവമാണ്, അവൾക്ക് മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ, അവൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ഭയങ്കര കരച്ചിലാണ്. മനോരമയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെ ആവാണ്. പ്രീതി ആകാശിന്റെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ആകാശ് പെട്ടെന്ന് തന്നെ പ്രീതിയുടെ കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പ്രീതി ചോദിക്കണ്ടേ, എന്താ ആകാശ് ഏട്ടാ എന്നോട് ദേഷ്യമാണോ ചോദിക്കുമ്പോൾ പ്രീതി, നമ്മുടെ വിവാഹത്തിന്റെ തലേ ദിവസം ഞാൻ തന്നോടൊരു കാര്യം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളും പാടില്ല, പരസ്പരം എല്ലാ സത്യങ്ങളും സംഭവങ്ങളും തുറന്നു പറയണമെന്ന്. പക്ഷെ താൻ എന്നെ ചതിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ഇത് എന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ. നീ എന്നോട് പറഞ്ഞാൽ ഞാനൊന്നും അത് ആർത്തും പറയാൻ പോകുന്നുണ്ടായിരുന്നില്ല, നിനക്ക് എന്നെ വിശ്വാസമില്ലാത്തോണ്ടാണ് നീ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് പ്രീതിയെടുത്ത് വല്ലാത്ത തെറ്റിദ്ധരിക്കാട്ടോ. അപ്പൊ എനിക്കിത് കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര വിഷമം തോന്നുകയാണ്. ഈശ്വര, ഈ കുടുംബം തകർന്നു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കേക്കും ഭയങ്കര വിഷമമാവുന്നുണ്ട്. അഞ്ജലി ഏത് നേരവും ശ്യാമിന്റെ വിവാഹ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കലായിട്ട് പണി. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം അഞ്ജലിനെ കാണുന്നില്ല. ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും ആ വീട്ടിലെ എല്ലാവരും അഞ്ജലിനെ തെരഞ്ഞു നടക്കാണ്. ആ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി പറയുന്നുണ്ട്, അഞ്ജലി മാഡം ഒരു ഓട്ടോ കയറി പോയിരുന്നു എന്ന് പറയാണ്. അപ്പൊ അശ്വിൻ പെട്ടെന്ന് തന്നെ ഓട്ടോക്കാരനെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഓട്ടോക്കാരനെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതെ, ഇവിടെ നിന്ന് ഒരു സ്ത്രീനെ, മുടന്തുള്ള സ്ത്രീനെ ഞാൻ ആശുപത്രി കൊണ്ടേ ആക്കി. അവരെനിക്ക് പൈസ തന്നില്ല, പൈസ മേടിക്കാൻ വന്നത് 100 രൂപയുടെ ചാർജായി. 100 രൂപ എന്ന് പറയുമ്പോൾ അശ്വിന് 1000 രൂപ എടുത്ത് കൊടുക്കാണ്. അത് 1000 രൂപ ഉണ്ട്, നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാണ്. പറ എന്റെ ചേച്ചി നിങ്ങൾ എവിടെ കൊണ്ടേ ഇറക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് നഴ്സിംഗ് ഹോമിലെ കൊണ്ടേ ഇറക്കിയെന്ന് പറയും. അങ്ങനെ ആരെ അറിയിക്കാണ്ട് അഞ്ജലി ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കട്ടോ. അഞ്ജലിനെ നോക്കുന്ന ഡോക്ടർ തന്നെയാണ്. അപ്പൊ അഞ്ജലിനെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കണ്ട, ഇതാരാ അഞ്ജലിയോ, നിന്റെ ബേബി എന്ത് പറയുന്നു അഞ്ജലി എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറയാണ്. അഞ്ജലി, നീ എന്തൊക്കെയാ പറഞ്ഞു, കുഞ്ഞിനെ വേണ്ടെന്നോ? അതെ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയാണ്. ഡോക്ടർക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. ഇത്രയും നാളെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു കുഞ്ഞുണ്ടായപ്പോ നീ എന്താ ഇങ്ങനെ പറയണതെന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ വഴക്ക് പറഞ്ഞ ശേഷം ഡോക്ടർ അപ്പുറത്തെ റൂമിലേക്ക് ജസ്റ്റ് ഒരു എമർജൻസി കേസ് വരുമ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി എന്താ ചോദിച്ചാൽ ഡോക്ടറിന്റെ റൂമിൽ കുറെ കത്തിയും കത്രികയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലൊരു കത്രിക എടുത്തിട്ട് അഞ്ജലി വയറ്റിലേക്ക് ഇങ്ങനെ കുത്താൻ പോകുമ്പോഴേക്കും കറക്റ്റ് സമയത്ത് അശ്വിൻ അവിടേക്ക് വരുവാണ്. അശ്വിൻ അവിടെ നിന്നിട്ട് അഞ്ജലിനെ അതിന് പിന്തിരിപ്പിക്കുന്നുണ്ട്. ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരാണ് ചെയ്യണത്. പക്ഷെ അഞ്ജലി തന്റെ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് കുഞ്ഞിനെ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കുക, അപ്പൊ അതിന് വേണ്ടിയുള്ള പരിശ്രമം വീണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അപ്പൊ അഞ്ജലി ചോദിക്കണ്ടേ, എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്യണം ചോദിക്കുമ്പോൾ എനിക്ക് ഈ കുഞ്ഞിനൊക്കെ വേണ്ട, ഈ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അതിന്റെ അച്ഛൻ എന്നെ ചതിച്ചതാണ് ഓർമ്മ, ആ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് അതിന്റെ അച്ഛന് ഓർമ്മ വരും, അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ പൊട്ടിക്കരയാണ്. അശ്വിനും അത് കാണുമ്പോൾ വിഷമാവും കേട്ടോ. എന്നിട്ട് അശ്വിൻ വീണ്ടും ശ്രുതിനെ വഴക്ക് പറയണ്ട, നീ ഒരിക്കലും ഈ നാട്ടിലേക്കേ വരാൻ പാടില്ലായിരുന്നു, നീ വന്നതോട് കൂടി തന്നെ എങ്ങനെയൊക്കെ ആയത്, അല്ലെങ്കിൽ ശ്യാം എങ്ങനെയെങ്കിലൊക്കെ ചേച്ചിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുമായിരുന്നു, നീ വന്നതോട് കൂടി തന്നെ ഇങ്ങനെയായെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ ശ്രുതിയെടുത്ത് പെരുമാറുന്നുണ്ട് കേട്ടോ അശ്വിൻ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.